ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് രാവിലെ ദോശയും മീൻകറിയാണ് കേട്ടോ. ദോശയും മീൻകറിയൊക്കെ കഴിച്ചിട്ട് എൻ്റെ കുട്ടൂസൻ കോമഡി കാണാതിരിക്കുകയാണേ. അവന് ഉറക്കവും വരുന്നുണ്ട്. കോമഡി കണ്ട് ഉറക്കം വരുന്നവരെ കോമഡി കാണും. അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം 3 മണിക്കൂർ നീണ്ടു നിൽക്കും. അഭിനയത്തെ കുറിച്ച് കുറച്ച് പഠിക്കണം. സ്റ്റാൻസിലോ വിസ്കി എന്താണ് എഴുതിയിരിക്കുന്നത് എനിക്കറിയാം. എന്ത് ആൽക്കഹോൾ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആ വിസ്കി അല്ല, എഴുത്തുകാരൻ വിസ്കി. നിനക്ക് അറിയത്തില്ലേ? എനിക്ക് എങ്ങനെ അറിയാനാ? എന്റെ 25 പടം എഴുതിയ ആൾക്കാര് റമ്മിന്റെ ആൾക്കാര്. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ ഒരു സിറ്റുവേഷൻ ഇവിടെ പ്ലേ ചെയ്യാം. നീ അതിനകത്ത് റിയാക്ഷൻ ഇടാം. പറ്റുമോ? പറ്റുമോ? നിന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നു. അപ്പോ വിഷമം താങ്ങാൻ പറ്റാതെ നീ നിന്റെ ചുണ്ടുകൾ വികസിപ്പിക്കുന്നു, നീ നിന്റെ കാല് വികസിപ്പിക്കുന്നു. രാവിലെ 5:30 ചൂട് പാല്. ഒരു സാഹചര്യത്തിൽ നിന്റെ അച്ഛൻ എഴുന്നേറ്റ് വരുന്നു. കറക്റ്റ് 7 മണിക്ക് ഇങ്ങനെ നോക്കുന്നു. പുട്ടുദോശ എന്തെങ്കിലും പലഹാരം കഴിക്കണം. പെട്ടെന്ന് നിന്റെ അച്ഛൻ തേരാ പാര എന്ന് പറഞ്ഞു. അതിനുശേഷം കോമഡി കാണുക, പിന്നെ ഉറക്കം. കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് പതിവ്. മോനെ എല്ലാം സൂപ്പർ. പിന്നെ ഈ സീൻ ചെയ്യുന്നതിന് മുന്നേ കാലി മേക്കപ്പ് ഇട്ടോണ്ട് കാണാം കേട്ടോ. അതിന്റെ മുഖത്തൊരു തേങ്ങയും വരുന്നില്ലല്ലോ. ഇപ്പൊ സാറേ ഇങ്ങനെ പറയുന്നത്. പിന്നെ അല്ലാതെ സാറേ എത്ര വർഷങ്ങൾ എടുത്തെന്ന് പറഞ്ഞാലും ഞാൻ സാറിന്റെ അടുത്തുനിന്ന് ഒരു അഭിനയം പഠിച്ച്, ഒരഭിനയമല്ല, ഇഷ്ടം പോലെ വികാരങ്ങളും അഭിനയം എല്ലാം പഠിച്ച് ഞാൻ കേരളത്തിൽ പോയി സിനിമ ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വെക്കും. എന്നിട്ട് സാറിന് ഞാൻ കേരളത്തിൽ കൊണ്ടുപോയി ആ സിനിമ കാണിക്കുകയും ചെയ്യും. ഇല്ല, നടക്കില്ല. അതിന്റെ സാറേ കേരളത്തിൽ വാ സാറേ. നടക്കത്തില്ലെന്ന്. അതിന്റെ സാറ് കേരളത്തിൽ നിന്നെ പോലെയുള്ള മത ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഈ കരിയും വിഗും എല്ലാം തേച്ച് ആഫ്രിക്കയിലോട്ട് കെട്ടിയെടുത്ത്. ഉറക്കമായി. എൻ്റെ കുട്ടൂസനൊരു ഹായ് തരില്ലേ?